If the quality factor of a band pass or band reject filter is greater than or equal to 10, then such a filter can be referred to as a narrow band pass or a narrow band reject filter. If it is less than 10, then it is often treated as a wide band pass or a wide band reject filter. ഇത് 10 എന്നുള്ളത് ഏകദേശം ഒരു അസ്യൂംഡ് വാല്യൂ ആയിട്ട് എടുക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരു ഓൾമോസ്റ്റ് യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് വാല്യൂ ആയിട്ട് എടുക്കുന്നതാണ്. ബാൻഡ് വിഡ്ത്ത് കൂടിയാൽ ഡിനോമിനേറ്ററിലുള്ള ഈ കോൺട്രിബ്യൂഷൻ കൂടും, ഇത് കൂടിക്കഴിഞ്ഞാൽ ക്യൂ എന്നുള്ളത് കുറയും. ആ ക്യൂ എത്ര കുറയാന്നുള്ളത് ഏകദേശം 10 എന്ന കണക്കിന് എടുക്കുകയാണ് ചെയ്യാറുള്ളത്. 10-ൽ താഴെയാണെങ്കിൽ അത് വൈഡ് ബാൻഡ് പാസ് ആണ്, അല്ലെങ്കിൽ വൈഡ് ബാൻഡ് റിജക്ട് ഫിൽട്ടർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. 10-ൽ കൂടുതലോ 10-ന് ഈക്വലോ ആണെങ്കിൽ അപ്പോൾ ഈ ബാൻഡ് വിഡ്ത്ത് കുറവാണ്, നേരത്തെ പറഞ്ഞതിനേക്കാളും കുറവാണ്, അപ്പോഴാണ് ഈ വാല്യൂ കൂടുന്നത്. അപ്പോൾ അതിനൊരു നാരോ ബാൻഡ് പാസ് അല്ലെങ്കിൽ നാരോ ബാൻഡ് റിജക്ട് ഫിൽട്ടർ ആയിട്ടാണ് പൊതുവെ കൺസിഡർ ചെയ്യാറുള്ളത്. An all-pass filter will allow all frequency to pass through it. അപ്പോൾ 2 ഫ്രീക്വൻസികൾ F1 F2 വന്നു, ആ 2 ഫ്രീക്വൻസിനെയും അത് സെയിം ഗെയിൻ കൊടുത്തുകൊണ്ട് പാസ് ചെയ്യും. പക്ഷേ 2 ഫ്രീക്വൻസിയും ഒരേ ഫേസിലാണ് നേരത്തെ വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഫിൽറ്ററിനകത്തൂടെ കയറിയ സമയത്ത് ഇത് രണ്ടിനും ഇടയിലായിട്ട് 2 ഡിഫറെന്റ് ഫേസസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അത്തരത്തിലുള്ള ഫിൽറ്ററുകളാണ് ഓൾ പാസ് ഫിൽറ്റർ എന്ന കാറ്റഗറിയിൽ വരുന്നത്. We will have to make a detailed idea about low pass filter, high pass filter, and the mechanism or the method by which we can combine a low pass and a high pass filter to produce a band pass filter as well as a band reject filter. അതാണ് സിലബസ് അനുസരിച്ച് നമ്മുടെ ഡിമാൻഡ്. Now there is two more classifications actually on the basis of the ripples present in the pass band and stop band. The filters can be classified into Butterworth filter, Chebyshev filter, Core or Bessel filter. Butterworth filter generally offer, ഈ ബട്ടർവർത്ത് എന്നൊക്കെ പേര് വരാൻ കാരണം ആ ഫിൽട്ടർ റെസ്പോൺസിന്റെ പോളിനോമിയൽ ഫംഗ്ഷൻ നോക്കുന്ന സമയത്ത് that will assume a Butterworth polynomial response. If the filter response follows a Chebyshev polynomial or a Bessel polynomial response, then these filters are referred to as Chebyshev filter and Core filters. അപ്പോൾ ബട്ടർവർത്ത് ഫിൽട്ടർ ആണെങ്കിൽ അതിനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ബട്ടർവർത്ത് ഫിൽറ്ററിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. സിലബസ് ഡിമാൻഡ് ചെയ്യുന്ന ബട്ടർവർത്ത് ഫിൽറ്ററിനെ പറ്റി പറയാൻ മാത്രമാണ്. അപ്പോൾ ബട്ടർവർത്ത് പോളിനോമിയൽ എങ്ങനെ വരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഗെയിൻ റെസ്പോൺസിലും അതിലൊരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഉണ്ട്. പിന്നെ ഡിഫറെന്റ് ഓർഡർ ഓഫ് ഫിൽറ്ററിന് പോസിബിൾ ആകുന്ന ഗെയിൻ ഏതൊക്കെയാണ് എന്നുള്ളതിനും ബട്ടർവർത്ത് പോളിനോമിയലിന് ഒരു ഡിസൈഡിങ് ഫാക്ടർ ഉണ്ട്. അപ്പോൾ ബട്ടർവർത്ത് ഫിൽറ്റർ എന്ന പേര് വരാൻ കാരണം ഇറ്റ് വിൽ give you a filter response that is flat in both stop band as well as pass band. പാസ് ബാൻഡിലും അത് ഫ്ലാറ്റ് ആയിരിക്കും, കിങ്കുകളൊന്നും ഉണ്ടായിരിക്കില്ല. സ്റ്റോപ്പ് ബാൻഡിലും അത് ഫ്ലാറ്റ് ആയിരിക്കും. അങ്ങനെയുള്ള ഫിൽറ്ററുകളെയാണ് ബട്ടർവർത്ത് ഫിൽറ്ററുകൾ എന്ന് പറയുന്നത്. Whereas in the case of Chebyshev filter, the pass band will have ripples, whereas the stop band will be ഫ്ലാറ്റ്. അപ്പോൾ റിപ്പിൾ ഫ്ലാറ്റ് റെസ്പോൺസ് ഉള്ള ഫിൽറ്ററുകളാണ് ചെബിഷേവ് ഫിൽറ്ററുകൾ. ആൻഡ് ഇൻ ദ കേസ് ഓഫ് കോർ ഫിൽറ്റേഴ്സ് ദർ വിൽ ബി റിപ്പിൾസ് ഇൻ ബോത്ത് സ്റ്റോപ്പ് ബാൻഡ് ആസ് വെൽ ആസ് പാസ് ബാൻഡ്. അപ്പോൾ ഫ്ലാറ്റ് റെസ്പോൺസ് ആണ് ബട്ടർവർത്ത്, റിപ്പിൾ ഫ്ലാറ്റ് ആണ് ചെബിഷേവ് ഫിൽറ്റർ, റിപ്പിൾ ആണ് കോർ ഫിൽറ്റർ റെസ്പോൺസ്. ഓൺ ദ ബേസിസ് ഓഫ് the roll-off of gain in stop band, the filters can be classified of different orders like first order filter, second order filter, third order filter, fourth order filter, etc. etc. If there is one filter component, then the variation of the gain with frequency will be at a rate of 20 dB per decade. If it's a low pass filter,
in the stop band, the gain will be falling at a rate of 20 dB per decade. If it's a high-pass filter in the stop band, the gain will be increasing at a rate of 20 dB per decade. But 20 dB per decade ആണ് സ്റ്റോപ്പ് ബാൻഡിലെ ഗെയിനിന്റെ വേരിയേഷൻ എങ്കിൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആ ഫിൽറ്ററിൽ ഒരു യൂണിറ്റ് ആർ സി നെറ്റ്വർക്ക് ആണ് ഉണ്ടാവുക. അതൊരു ലോ പാസ് ഫിൽറ്റർ ആണെങ്കിൽ ആർ സി നെറ്റ്വർക്ക് പോളായിരിക്കും, ഹൈ പാസ് ഫിൽറ്റർ ആണെങ്കിൽ ആർ സി നെറ്റ്വർക്ക് 0 ആയിരിക്കും. ബാൻഡ് പാസ് ഫിൽറ്റർ ആവുമ്പോഴും ബാൻഡ് റിജക്ട് ഫിൽറ്റർ ആവുമ്പോഴും രണ്ടെൻഡിലും ഒരു പോളും ഒരു സീറോയും, ഇവിടെയും പോളും സീറോയും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഡിഫറൻസ്. അപ്പോൾ 20 dB per decade ആണ് സ്റ്റോപ്പ് ബാൻഡിലെ ഗെയിനിന്റെ വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ഫ്രീക്വൻസി എങ്കിൽ it indicates that it will have only one passive filtering component. That kind of a filter is referred to as a first order filter. അതിൽ ഒരു യൂണിറ്റ് ആണ് പോൾ അല്ലെങ്കിൽ സീറോ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഒരു ബാൻഡ് പാസ് ഫിൽറ്ററിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒരു പോളും ഒരു സീറോയും ഉണ്ടെങ്കിലാണ് അതിനെ ഒരു ഫസ്റ്റ് ഓർഡർ ബാൻഡ് പാസ് ഫിൽറ്റർ എന്ന് വിളിക്കുക. ബാൻഡ് റിജക്ട് ഫിൽറ്ററിനെയും അങ്ങനെ തന്നെയാണ് വിളിക്കേണ്ടത്. If there are two different poles in a low pass filter, അപ്പോൾ ഒരു പോൾ ആവുന്ന സമയത്ത് 20 dB per decade ഗെയിൻ കുറയുന്നുണ്ട്. അതേ ഫ്രീക്വൻസിയിൽ ഒരു പോളും കൂടെ വെച്ചാൽ രണ്ട് പോളിന്റെ ഇഫക്റ്റ് കൊണ്ട് 40 dB per decade ഓർ 6 + 6 12 dB per octave ഫ്രീക്വൻസി ഇരട്ടിയാവുന്ന സമയത്ത് ഗെയിന് 12 dB വെച്ച് കുറയുന്ന രീതിയിലായിരിക്കും സ്റ്റോപ്പ് ബാൻഡിലെ അതിന്റെ റെസ്പോൺസ്. സച്ച് എ ഫിൽറ്റർ ഈസ് റെഫേർഡ് ടു ആസ് എ സെക്കൻഡ് ഓർഡർ ഫിൽറ്റർ. അപ്പോൾ ഓർഡർ കൂട്ടുന്തോറും അതിന്റെ മെച്ചം എന്താണെന്ന് വെച്ചാൽ if it's a first order filter, the response will be like this. If it's a second order filter, the response will be like this. Top band കുറച്ചും കൂടി steeper ആയിട്ട് വന്നു. If it's a third order filter, the response will be say like this. Third order filter ആവുമ്പോൾ ഇങ്ങനെ വന്നു. അപ്പോൾ ഒരു 5th അല്ലെങ്കിൽ 10th ഓർഡർ ഫിൽറ്റർ ആവുന്ന സമയത്ത് എക്സാക്ട്ലി ദിസ് വിൽ ഓഫർ യു എ ഫിൽറ്റർ റെസ്പോൺസ് ലൈക്ക് ദിസ്. അപ്പോൾ ഈ കോർണർ ഫ്രീക്വൻസി 1 kHz ആണെങ്കിൽ 1 kHz വരെയുള്ളതിനെ മുഴുവനും സ്ട്രിക്റ്റ് ആയിട്ട് അത് പാസ് ചെയ്യും. 1 kHz മുകളിലുള്ള എല്ലാറ്റിനെയും വളരെ കുറഞ്ഞ ഗെയിനിലേക്ക് 0 dB ഗെയിനിലേക്ക് അറ്റന്യൂറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോഴാണ് യു വിൽ ബി ഗെറ്റിംഗ് എ മോർ ഐഡിയൽ റെസ്പോൺസ്. ഐഡിയൽ റെസ്പോൺസ് ആവണമെന്നുണ്ടെങ്കിൽ 1 kHz ആണ് അതിന്റെ കോർണർ ഫ്രീക്വൻസിക്ക് 1 kHz വരെയുള്ള കംപ്ലീറ്റ് ഫ്രീക്വൻസിനെയും പാസ് ചെയ്യണം. 1 kHz മുകളിലുള്ള 1.1 kHz അല്ലെങ്കിൽ 1.001 kHz ആയാൽ തന്നെ അതിനെ അറ്റുനേറ്റ് ചെയ്യും. ആ രീതിയിലുള്ള ഫിൽറ്റർ റെസ്പോൺസ് കിട്ടണമെന്നുണ്ടെങ്കിൽ യു വിൽ ഹാവ് ടു ഇൻക്രീസ് ദി ഓർഡർ ഓഫ് ദി ഫിൽറ്റർ. അപ്പൊ ഐഡിയൽ ഫിൽറ്റർ റെസ്പോൺസ് ആവുമ്പം ഈ കർവൊക്കെ ഈ രീതിയിലായിരിക്കും മോഡിഫൈ ചെയ്യുന്നത്. അത് ഫസ്റ്റ് ഓർഡർ ഫിൽറ്റർ ആണ്. അപ്പോൾ കോർണർ ഫ്രീക്വൻസി ആയിട്ട് വന്നത് 1 kHz ആണ്. 1 kHz അത് പാസ് ചെയ്യുന്നുണ്ട്. 1.1 kHz ആവുന്ന സമയത്തും ഗെയിൻ ശകലം കുറഞ്ഞിട്ടുണ്ട്. മാക്സിമത്തിന്റെ 70.7%-നേക്കാളും കുറഞ്ഞിട്ടുണ്ട് എന്നേ ഉള്ളൂ. അപ്പോഴും അത് പാസ് ചെയ്യുന്നുണ്ട്. സോ ഇൻ ഓർഡർ ദാറ്റ് യു ഗെറ്റ് ഐഡിയൽ ഫിൽറ്റർ റെസ്പോൺസ് യു വിൽ ഹാവ് ടു ഇൻക്രീസ് ദി order of the filter. If there is only one unit of filtering component, then in the stop band the variation of the gain with frequency will be at a rate of 20 dB per decade, which is identical with the usage 6 dB per octave. Such a filter response is referred to as first order filter response, and the filter is referred to as first order filter. If the stop band has a gain variation of 40 dB per decade or 12 dB per octave, then such a filter response is referred to as a second order filter, since it will have then two units of filtering components, passive filtering components having the same characteristic corner frequency. As we increase the order of the filter, it will be assuming more and more ideal filter response. However, as you increase the number of filtering units in the circuit, the power rating of the device will be increasing, the power consumption of the device will be increasing, the gain of the active component in the filter also will be then severely affected. This is why ideally higher order filters are not possible. Practically you can have higher order filters having order up to 2 or 3 in general. So this is about the classification of filters. Now we will be focusing on active, Butterworth,
filters of different orders, including all these categories: low pass, high pass, band pass and band reject categories. അപ്പോൾ അതാണ് നമ്മൾ ഇനി പറയാനുള്ളത്. ഇപ്പോൾ ബട്ടർവർത്ത് എന്ന് പറയുന്ന സമയത്ത് അത് എന്താണെന്ന് മനസ്സിലാക്കണം, ആക്റ്റീവ് ഫിൽറ്റർ എന്ന് പറയുന്ന സമയത്ത് എന്താണെന്ന് മനസ്സിലാക്കണം, ലോ പാസ് ഫിൽറ്റർ എന്ന് പറയുന്ന സമയത്ത് എന്താണെന്ന് മനസ്സിലാക്കണം, അതുപോലെ തന്നെ ഡിഫറെന്റ് ഓർഡർ പറയുന്ന സമയത്ത് അതും മനസ്സിലാക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ വി വിൽ മൂവ് ഓൺ ടു ഫസ്റ്റ് ഓർഡർ low pass active Butterworth filter. Then we will be talking about second order low pass active Butterworth filter, then first order and second order high pass active Butterworth filter, then band pass and band reject filters. As such, we will have to talk about 4 or 5 different titles of filters. In the examination point of view, this is very important. One of the essay question will be from these Butterworth filters. That we will do in the next video.